ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അതിനുശേഷം പല തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ ഒക്കെ നമ്മൾ കേട്ടു. കോടതി സർക്കാരിനെ വിമർശിച്ചത് നമ്മൾ കണ്ടു. എന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരുകയാണ്. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലാണ് യോഗം. ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് SIT ചർച്ച ചെയ്യും. സാക്ഷിമൊഴികളുടെ പകർപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കൈമാറിയിരുന്നു. പോക്സോ കുറ്റമടക്കം ചുമത്തി കേസെടുക്കുന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. അനന്തൻ, പറയൂ, ഇന്നിപ്പം SIT പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇനി എങ്ങനെ മുന്നോട്ട് ഇതിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അത്ര എളുപ്പമായിരിക്കില്ല, കാരണം സ്വകാര്യത പരിഗണിക്കേണ്ടതുണ്ട്. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതൊക്കെ സംബന്ധിച്ച് വളരെ സീക്രട്ടീവ് ആയിരിക്കണം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് പോകും? ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷനാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ യോഗത്തിലാണ് ഈ റിപ്പോർട്ടിലെ മൊഴികളുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ഒട്ടേറെ പേജുകളുള്ള, ഒട്ടേറെ സാക്ഷിമൊഴികളുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ മൊഴികളും പരിശോധിച്ച് നടപടികളിലേക്ക് കടക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട മൊഴികൾ അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ ഓരോ ഭാഗമായി തിരിച്ച് അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥർക്കായി നൽകിയിരുന്നു. അവർ ഈ മൊഴികൾ വായിച്ച് പഠിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കുറിപ്പുകൾ തയ്യാറാക്കി ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കണം എന്നാണ് ADGP നിർദ്ദേശിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്നത്തെ യോഗം പോവുക. അപ്പോൾ ഈ ഓരോ ഉദ്യോഗസ്ഥരും അവരവർക്ക് ലഭിച്ച മൊഴികൾ പഠിച്ച് തയ്യാറാക്കിയ കുറിപ്പ്, ആ കുറിപ്പിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്കാണ് യോഗം എത്തുന്നത്. അതായത് ഈ മൊഴികളിൽ എന്തൊക്കെ വിശദാംശങ്ങളാണുള്ളത്, ഏതൊക്കെ രീതിയിലുള്ള കുറ്റകൃത്യമാണുള്ളത്, അതിനനുസരിച്ചുള്ള നടപടികൾ എന്തൊക്കെ വേണം എന്നുള്ളത് യോഗത്തിൽ തീരുമാനിക്കും. ഇപ്പോൾ സാധാരണഗതിയിലുള്ള മൊഴികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അതിൽ ഒരിക്കൽ കൂടി ഈ മൊഴി നൽകിയവരെ കണ്ട് അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയ ശേഷമാകും അതിൽ നിയമ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ അതിലേക്ക് പോവുക. അതേസമയം പോക്സോ കുറ്റകൃത്യം ചുമത്താവുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൊഴികളുണ്ടെങ്കിൽ അതിൽ ഇനി പ്രത്യേകിച്ച് ഈ അന്ന് മൊഴി നൽകിയവരെ കണ്ട് മൊഴിയെടുക്കേണ്ട കാര്യമില്ല. ഈ ഹേമ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന മൊഴികൾ വെച്ച് തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അപ്പോൾ ആ സ്വഭാവമുള്ള ഏതൊക്കെ മൊഴികളാണ് എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള മൊഴികളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തും. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു യോഗമാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ ചേരാൻ പോകുന്നത്.